പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി LIC ജംഗ്ഷനിൽ റോഡിനിരുവശവും കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നത് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നതായി പരാതി. സ്ലാബുകൾ സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാരും പ്രദേശവാസികളും. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി LIC ജംഗ്ഷനിൽ റോഡിനിരുവശവും ഓവുചാൽ സ്ലാബുകൾ തകർന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വാഹനങ്ങൾ കയറിയും കാലപ്പഴക്കം സംഭവിച്ചും തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. നിരവധി പേർ ദിനേന കടന്നു പോകുന്ന നടപ്പാതയിൽ പലയിടങ്ങളിലും സ്ലാബുകളുമില്ല. പയ്യന്നൂർ മടത്തുംപടി അമ്പലം മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെയുള്ള നടപ്പാതയിൽ ഓവുചാൽ സ്ലാബുകൾ പലയിടത്തും തകർന്ന നിലയിലാണ്. യാത്രക്കാർ നിരന്തരം കടന്നു പോകുന്ന LIC ജംഗ്ഷനിൽ സ്ലാബ് തകർന്ന കുഴിയിൽ ഓലക്കീറും ആസ്ബസ്റ്റോസ് ഷീറ്റും മരക്കഷ്ണങ്ങളും കുത്തിനിർത്തി പരോപകാരികളാരോ മുന്നറിയിപ്പ് നൽകിയതിനാൽ ഇതിലെ കടന്നു പോകുന്നവർക്ക് അപകടത്തിൽ നിന്നും രക്ഷയാക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ദിവസം പലതവണ ഇതുവഴി കടന്നു പോകുന്ന ഉത്തരവാദപ്പെട്ടവർ ഇതൊന്നും കണ്ടമട്ടില്ല. പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നത് ബന്ധപ്പെട്ട അധികാരികൾക്കും ശീലമായി കഴിഞ്ഞു. എന്തായാലും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം LIC ജംഗ്ഷനിൽ ഓവുചാലിന് സ്ലാബില്ലാത്തത് വഴിയോര യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർ പലരും ആ കുഴിയിൽ വീഴുന്ന അവസ്ഥയിലുള്ളത്. ഒരുപാട് കാൽനട യാത്രികർ സഞ്ചരിക്കുന്നൊരു വഴിയാണ്. അധികൃതർ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഇതിനു മുന്നും ആ സ്ലാബ് തകർന്നിട്ടുണ്ട്. തകർന്ന സ്ലാബ് ആ ഓവുചാലിൻ്റെ അകത്ത് കിടക്കുകയാണ്. പലപ്പോഴായിട്ട് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇക്കാര്യങ്ങളൊന്നും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മടത്തുംപടി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് LIC ഓഫീസിൻ്റെ സമീപത്തോടെയുള്ള ജംഗ്ഷനിലേക്ക് നടന്നു പോകുന്ന ഓവുചാലുകളിലെ മിക്കവാറും സ്ലാബുകൾ തകർന്ന നിലയിലാണ്. ഇതുവഴിയൊക്കെ ഒരുപാട് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നൊരു വഴിയാണ്. ഈ വഴിയിൽ ഈ യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.